Thank you, Lord Jesus. This is the day that the Lord has made, and we will rejoice and be glad in it. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് നാം തിരുവചനത്തിൽ കാണുന്നത് പോലെ ആ കർത്താവിനെ അല്പസമയങ്ങൾ നമുക്ക് ഒരുമിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കൊന്ന് സ്തുതിക്കാം. ഏത് സമയത്തും അപ്പാടെ സന്നിധിയിൽ കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് ഉറക്കെ വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം ദൈവം നമുക്ക് തന്നിട്ടുള്ളല്ലോ. ആ വലിയ പദവിയെ ഓർത്ത്, വലിയ കൃപകളെ ഓർത്ത് ഈ സമയം നമുക്ക് കർത്താവിനെ നന്ദിയോടെ നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാ സ്തുതികൾക്കും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിനെ, ആ കർത്താവിനോട് നമുക്കൊന്ന് പറയാം, അപ്പാ എന്നെ ഇതുവരെ അതിശയത്തോടെ അത്ഭുതത്തോടെ അങ്ങ് നിലനിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി, ദൈവത്തിൻ്റെ കരുതലുകൾക്കായി നമുക്കൊരുമിച്ചൊന്ന് നന്ദി പറയാം. ഒരുപക്ഷെ ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഏത് മേഖലകളിലും നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ കർത്താവിനോടൊന്ന് പറയാമോ, അപ്പാ താങ്ക് യു ഫോർ എവറിത്തിങ്, താങ്ക് യു ഫോർ ഓൾ ദി ബ്ലെസ്സിങ് that you have showered upon in my life, Father. We praise you. Hallelujah. We praise you, Lord Jesus. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാനിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ വേറാനിനി. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാ. അതിധൈര്യമാ കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമാ കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. സ്തുതി മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി മനമേ നിത്യവും നിൻ
நம்புவே என்னேசு ஒருவரை, நாம் நம்புவே என்னேசு ஒருவரை, நம்புவே என்னேசு ஒருவரை, நாம் நம்புவே என்னேசு ஒருவரை. அவர் நாமமே மதுரமது, அவர் நாமத்தில் சுகமுண்டு, அவர் நாமமே மதுரமது, அவர் நாமத்தில் ஓ சுகமுண்டு. യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം വാഴ്കവേ. ഓ യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം യേശു നാമം വാഴ്കവേ. കൊതിയായിടും
ഒരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ല ദില്ലേനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പരത്തിലും നീ തുല്യനൻ പ്രിയൻ ഹോ എൻ രക്ഷകൻ ദൈവമേ അങ്ങല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരം എൻ രക്ഷക എൻ ദൈവമേ അങ്ങല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരം യേശു മാത്രം യേശു മാത്രം മതിയേനി എനിക്ക് ഏതു നേരത്തും എനിക്ക് യേശു മാത്രം ഏതു നേരത്തും എൻ രക്ഷക എൻ ദൈവമേ അങ്ങല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരത്തും കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയ ആഴിയിൻ വിളുമ്പിലും ഹല്ലേലൂയ കന്മലൈ ഉച്ചിയിൽ ഹല്ലേലൂയ ആഴിയിൻ വിളുമ്പിലും ഹല്ലേലൂയ നാലുയരെ പോകുമ്പോது என் வெற்றி கீதமாகும் நாம் தாழ நிற்கும் போது என்னை தேற்றும் கீதமாகும் ஹல்லேலூயா ஓ ஹல்லேலூயா ஓ ஹல்லேலூயா ഹല്ലേലൂയ എൻ ഉയർവിലും എൻ താഴ്വിലും എൻ ആത്തുമാ പാടും ഹല്ലേലൂയ ഹല്ലേലൂയ എൻ ഉയർവിലും
என் தாழ்விலும் என் ஆத்துமா பாடும். என் உயர்விலும் என் தாழ்விலும் என் ஆத்துமா பாடும். அல்லேலூயா அல்லேலூயா. ஓ जिस नाम में है जिंदगी, वो नाम है यीशु मसीह. जिस नाम में है बंदगी, वो नाम है यीशु मसीह. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम कीजे. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम कीजे. यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम कीजे. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്കിൽ മുങ്ങിടുവാൻ കൊതിയായിടും. നന്ദിയോടെ പറയാം നമുക്ക്. മുട്ടോളമല്ലപ്പാ അരയോളവും പോരാ, അങ്ങിൽ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സ്നേഹത്തിൽ മുങ്ങണമപ്പാ. എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടും. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ അടുത്ത വാക്കത്തിൽ ഇങ്ങനെ പറയുന്നത്, എങ്കിലും എൻ്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമ്മളെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, ആരും നിങ്ങളെ കരുതുവാനില്ലെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിച്ച് വെക്കുന്നവരെല്ലാം നിങ്ങളെ വിട്ട് ഓടിയാകുന്നാലും, നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ വേളകളിൽ ഇന്ന വ്യക്തി എന്നെ സഹായിക്കുമെന്ന് 100% നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച വ്യക്തികളെല്ലാം നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ വേളകളിൽ, പ്രയാസത്തിൻ്റെ വേളകളിൽ നിങ്ങളെ വിട്ടോടിയകലുമ്പോഴും, നിങ്ങളെ വിട്ടോടിയകലാത്ത, നിങ്ങളെ ചേർത്തണയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ സാധ്യതകളും മങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, എല്ലാ വഴികളും അടഞ്ഞൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് പകലിൽ, ഇന്നായിരിക്കുന്ന നിങ്ങളുടെ ആ സമയങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വിഷയങ്ങളിൽ മേൽ ഇറങ്ങി വരികയാണ്. ആ കർത്താവിനോടൊന്ന് പറഞ്ഞാടെ, അപ്പാ, മുട്ടോളമല്ല അരയോളം പോരാ, അങ്ങിൽ എനിക്ക് മുങ്ങണം കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി ഇവ ഒന്നും എനിക്ക് അളക്കുവാൻ കഴിയില്ല. കാരണം അത്രമാത്രം എന്നെ സ്നേഹിച്ചൊരു ദൈവം. എത്ര പേർക്കൊന്ന് ഓർക്കുവാൻ കഴിയും? നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ ഒരു കണ്ണിനും നമ്മളോട് ദയ തോന്നാതെ വെളിമ്പറമ്പിൽ കിടന്നപ്പോൾ എൻ്റെ യേശുവിൻ്റെ കരം നമ്മളെ തേടി വന്നു. ആ ചേരായ കുഴിയിൽ നിന്നും, പാപം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും അവൻ്റെ വലത് കരം തന്നു, അവൻ്റെ കരം തന്നു നമ്മളെ പൊക്കിയെടുത്തു. ഉറപ്പുള്ള ഒരു പാറമേൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ പറയട്ടെ, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അവന് നിങ്ങളോടുള്ള ഒരു സ്നേഹം ഒട്ടും വറ്റിപ്പോകുകയില്ല. പക്ഷേ യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പാ, അങ്ങയുടെ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് ഒരു തരി പോലും ഞാൻ കുറഞ്ഞു പോകത്തില്ലപ്പാ. എൻ്റെ ജീവനേക്കാളും എൻ്റെ അടിയിൽ വേണമപ്പാ. ഓ, praise you.
രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു തരി പോലും കുറയാതെ നിന്നോടുള്ള സ്നേഹം എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു ഇമ പോലും അണയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരിമ പോലും, ഒരു ഇമ പോലും മണയാതെ എന്നെ നോക്കിയിടുന്ന ഓ യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എൻ്റെ ചങ്കാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. നന്ദിയോടാമേ. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. ഓ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യും. കൊതിയാണപ്പാ, കൊതിയാണപ്പാ
നല്ലൊരു നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ഒരുപക്ഷെ ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലായിരിക്കാം, എല്ലാവരും നിങ്ങളെ കൈവിടുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ വാക്കുകളെ നിങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്, നിങ്ങളെ കരുതുന്നൊരു യേശുവുണ്ട്, നിങ്ങളെ മാനിക്കുന്നൊരു യേശുവുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? എല്ലാ സാധ്യതകളും മങ്ങിയൊരു വ്യക്തിയായിരിക്കാം, എല്ലാ പ്രതീക്ഷകളും മങ്ങിയൊരു വ്യക്തിയായിരിക്കാം, ഡോക്ടേഴ്സ് എല്ലാം നിങ്ങളെ കൈവിട്ടൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് വിശ്വസിച്ചേ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാനിക്കുന്ന ഒരു യേശുവുണ്ട്. ഓ, we praise you, Father. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവം. ഒരിക്കൽ കൂടി ഈ വരികളൊന്ന് ചേർന്ന് പാടാമോ? എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവം. ഒരിക്കൽ കൂടി ചേർന്നാമേ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. ഓ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയിലേക്ക് നിർബന്ധിച്ചയക്കുന്നതായിട്ട് കാണുന്നു. നിർബന്ധിച്ചയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് അത് ഒട്ടും ഇഷ്ടമായിരുന്നില്ലായിരിക്കാം. എന്നാൽ യേശു അവരെ നിർബന്ധിച്ച് അക്കരയിലേക്ക് അയക്കുന്ന ആ യാത്രയിൽ ശക്തമായ തിരമാല, ശക്തമായ കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. അവർ ഉറക്കം നിലവിളിക്കുക, യേശുവേ ഉറക്കം നിലവിളിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ആ ഒരു പ്രസൻസ് ആ ഒരു വള്ളത്തിലില്ല. അവസാനം അവരിങ്ങനെ കണക്ക് കൂട്ടി കാണും,
ഇതോടുകൂടി ഞങ്ങൾ ഈ ആഴക്കടലിൽ മുങ്ങിത്താഴും. ഞങ്ങളുടെ പ്രാണനിവിടെ നശിക്കും. ഞങ്ങൾ മരണത്തിന് കീഴടങ്ങും. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 1-ാം യാമത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം മൗനമായിരുന്നു. 2-ാം യാമത്തിൽ യേശു മൗനമായിരുന്നു. 3-ാം യാമത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളവിടെ കാണുന്നില്ല. എന്നാൽ എല്ലാ പ്രതീക്ഷകളും മങ്ങിയ സമയത്ത് അവിടെ ഇങ്ങനെ വായിക്കുന്നു, 4-ാം യാമത്തിൽ യേശു നടന്നവർ അടുക്കിലേക്ക് വരികയാണ്. അന്ന് രാത്രിയിൽ അവർ ഏറ്റവും അധികം ഭയപ്പെട്ടത് ആ കടലിലെ ആ വെള്ളത്തെയാണ്. എന്നാൽ എന്തിനെയാണോ അവർ ഭയപ്പെട്ടത്, ആ ഭയപ്പെട്ടതിൻ്റെ മുകളിലൂടി യേശു അവർ അടുക്കിലേക്ക് നടന്നു വന്നെങ്കിൽ, നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ എൻ്റെ യേശുവിന് നന്നായിട്ടറിയാം. എല്ലാ പ്രതീക്ഷകളും മങ്ങുന്ന സമയത്ത് യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. യേശു കരയിൽ മാത്രമല്ല അത്ഭുതങ്ങളെ ചെയ്തതെന്നും കടലിലും അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണെന്നും അന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായെങ്കിൽ, ഇന്ന് ഈ വാക്കുകളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ആ പാടിയ പാട്ടിലെ വരികൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അപ്പായുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞ്, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു ആമേൻ പറയാൻ കഴിയുമോ? ഒരുപക്ഷെ തലമുറയുടെ വിഷയങ്ങളിൽ, ജോലിയുടെ വിഷയങ്ങളിൽ, മറ്റു പല വിഷയങ്ങളിൽ ഒത്തിരി ഭാരപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ആ കരം നിങ്ങളുടെ നെഞ്ചിലേക്കൊന്ന് വെച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമേ, I trust you, Father. I completely trust you, Father. You can do a great and miraculous things in my life, Father. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നപ്പ അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. നന്ദിയോടെ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. അതുകൊണ്ട് നന്ദിയോടെ ആരാധന, ഓ ആരാധന, ഓ ആരാധന, ആരാധന, യേശുവിന് ആരാധന, 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 ഓ ആരാധന, ഓ ആരാധന. ചേർന്ന യേശുവിന് ആരാധന, ഓ ആരാധന, ഓ ആരാധന, ഓ ആരാധന, ഓ
കർത്താവേ, ഈ ഒരു സെഷൻ മേൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികളായിട്ടുള്ളവരുടെ മേൽ സൗഖ്യങ്ങൾ അങ്ങ് കൊടുത്ത ദൈവകൃപകൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കൂടിയിരുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ മുഴുവനായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ എൻ്റെ യേശു പ്രാർത്ഥന അവിടുന്ന് കേട്ട കൃപകൾക്ക് നന്ദി പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ. Amen, amen. God bless. Hallelujah. We praise you.